എൻ്റെ എളിയ സഹോദരങ്ങളിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു നൽകിയത്. 3 കാര്യങ്ങളിലൂടെ ഇതിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു, ഒരു സ്നേഹമുണ്ടാകുമ്പോഴാണല്ലോ ഒരു വ്യക്തിക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകുക. അപ്പോൾ ദൈവത്തിന് അതുപോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുക, എൻ്റെ അരികിൽ വരുന്ന ബുദ്ധിമുട്ടുള്ള വ്യക്തികളെ നമ്മൾ സഹായിക്കുക. നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാ ബുദ്ധിമുട്ടും എല്ലാ വേദനകളും മാറിയിട്ടും ആരെയും സഹായിക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഈ ഭൂമിയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ ദൈവത്തിന് എനിക്ക് എന്തെങ്കിലും കൊടുക്കണം, എനിക്കിതൊക്കെ തന്നതിന് നന്ദിയായിട്ട് ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി നന്മ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട് ദൈവം ഇതൊന്നും മറന്നു പോകില്ല എന്നുള്ളതാണ്. നമ്മൾ കൊടുത്ത മനുഷ്യൻ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും. ഈ മനുഷ്യനുമായിട്ട് ചിലപ്പോൾ നമ്മൾ വഴക്കിടും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു നന്ദിയും പ്രകടിപ്പിച്ചില്ല, ഒന്നും അവൻ എന്നോട് കാണിച്ചില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇത് കൊടുത്തത് നിങ്ങൾ ആ സഹോദരനാണെങ്കിലും ദൈവം ഇത് മറക്കില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മറവി ഉണ്ടാകില്ല, ദൈവം ഇങ്ങനെ കാത്തു സൂക്ഷിക്കും. മൂന്നാമതായിട്ട് എൻ്റെ വിധി നിർണ്ണയിക്കുന്നതിലൂടെയൊക്കെയാണ്. ഇനി ഞാൻ പോയി എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ക്വസ്റ്റ്യൻ പേപ്പറാണ് സ്വർഗത്തിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ പറയും, ഇത് അവൻ കാരണമാണ് എനിക്ക് സ്വർഗം നഷ്ടപ്പെട്ടത്, ഇത് അവർ കാരണമാണ്, ഞാൻ അവരുമായിട്ട് ചിന്തിച്ചുകൊണ്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ അരികിലേക്ക് എത്താൻ പറ്റുന്നു. അത് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, അതുകൊണ്ട് ആവുന്നത്ര നന്മ ചെയ്യാൻ പരിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈയഴിഞ്ഞ് കൊടുക്കാൻ, മനസ്സറിഞ്ഞ് നന്മകൾ ചെയ്യാൻ, അതുപോലെ മറ്റുള്ളവരിൽ ദൈവത്തെ കാണാൻ ഒരു മനസ്സുണ്ടാകട്ടെ. ഒക്കെ ദാനങ്ങളാണ്. ദാനം കിട്ടിയ വ്യക്തി കുറച്ച് കഴിയുമ്പോൾ ഉടമസ്ഥനായിട്ട് മാറാതിരിക്കട്ടെ. പ്രാർത്ഥിക്കാം.